ഇന്ത്യയോട് മുട്ടാൻ വന്നാൽ ഫലം എന്താകുമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ തുടങ്ങിയ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയായി മാറുന്നു. വെടിയുണ്ടകൾ കൊണ്ട് ഭീകരതാവളങ്ങൾ തകർത്ത സൈനിക നടപടിക്ക് പിന്നാലെ നയതന്ത്രത്തിന്റെ ചങ്ങലകളാൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് ഇന്ത്യ. ഒടുവിൽ ഇതാ പാകിസ്ഥാന്റെ ആരോഗ്യ മേഖലയെയും ഇന്ത്യൻ നീക്കങ്ങൾ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഇന്ത്യക്ക് നേരെ ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ നീക്കങ്ങൾ ഏത് തരത്തിലാണ് പാകിസ്ഥാന്റെ സകല മേഖലകളെയും താറുമാറാക്കിയതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ നടത്തുന്ന നീക്കങ്ങൾ പാകിസ്ഥാന്റെ ആരോഗ്യ മേഖലയെ പോലും ICUവിലാക്കി കഴിഞ്ഞു. അവർ അതിർത്തിയിൽ ഭീകരർക്ക് പരിശീലനം നൽകിയപ്പോൾ ഇന്ത്യ ലോകത്തിന്റെ ഫാർമസിയായി വളരുകയായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കുറഞ്ഞ ചിലവിലുള്ള വാക്സിനുകൾ നിലച്ചതോടെ പാകിസ്ഥാൻ എന്ന രാജ്യം ശ്വാസം മുട്ടുകയാണ്. കുറഞ്ഞ ചിലവിൽ ഗുണനിലവാരമുള്ള ഇന്ത്യൻ വാക്സിനുകൾ അവിടെ എത്തിച്ചിരുന്നത് ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ എന്ന രാജ്യാന്തര സഖ്യം ഇപ്പോൾ കൈമലർത്തുകയാണ്. 2025 സംഘർഷത്തിന് ശേഷം ഇന്ത്യ കർശന നിലപാട് സ്വീകരിച്ചതോടെ പാകിസ്ഥാന്റെ പകുതിയിലധികം വാക്സിൻ ചിലവുകൾ വഹിച്ചിരുന്ന സംഘടന ഇനി ഇന്ത്യൻ മരുന്നുകൾ പാകിസ്ഥാനിലേക്ക് എത്തിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാൻ ആരോഗ്യമന്ത്രി മുസ്തഫ കമാൽ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് പ്രകാരം വാക്സിൻ ഇറക്കുമതിക്കായി പാകിസ്ഥാൻ നിലവിൽ $400 മില്യൺ ചിലവാക്കുന്നത്. ഇന്ത്യൻ മരുന്നുകൾക്കായി അന്താരാഷ്ട്ര സംഘടനകൾ നൽകിപ്പോന്ന ഈ സാമ്പത്തിക സഹായം 2031 പൂർണ്ണമായും അവസാനിക്കും. അതോടെ പാകിസ്ഥാൻ വർഷം തോറും ഏകദേശം 10,000 കോടി രൂപ വാക്സിനായി മാത്രം കണ്ടെത്തേണ്ടി വരും. കടക്കണിയിലായ പാകിസ്ഥാന് ഇത് ചിന്തിക്കാൻ പോലും കഴിയാത്ത തുകയാണ്. നിലവിൽ 13 തരം വാക്സിനുകളാണ് പാകിസ്ഥാനിൽ കുട്ടികൾക്കായി സൗജന്യമായി നൽകുന്നത്. ഇതിൽ ഒന്നുപോലും പാകിസ്ഥാൻ സ്വന്തമായി നിർമ്മിക്കുന്നില്ല. ഇന്ത്യ കൈവിട്ടതോടെ പാകിസ്ഥാൻ പ്രതീക്ഷയോടെ നോക്കിയത് ചൈനയാണ്. എന്നാൽ സൗജന്യമായി മരുന്ന് നൽകിയിരുന്ന ഇന്ത്യയെ പോലെയല്ല ചൈന എന്ന് പാകിസ്ഥാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾക്ക് പോലും 3 ഇരട്ടി വിലയാണ് ചൈനീസ് കമ്പനികൾ പാകിസ്ഥാനോട് ചോദിക്കുന്നത്. അതായത് പാകിസ്ഥാനിലെ കുഞ്ഞുങ്ങളുടെ ജീവൻ വെച്ച് ചൈന ഇന്ന് കച്ചവടം നടത്തുകയാണ്. മരുന്നിനും വാക്സിനുമായി ചൈനയിൽ നിന്ന് കടമെടുക്കേണ്ടി വരുന്നത് പാകിസ്ഥാനെ അപകടങ്ങളിലേക്ക് തള്ളിവിടുമെന്നതിൽ സംശയമില്ല. ലോകം മുഴുവൻ പോളിയോ എന്ന മഹാവ്യാധിയെ തുടച്ചു നീക്കിയപ്പോൾ ഇന്നും ആ രോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയാത്ത ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. പഹൽഗാം ആക്രമണത്തിന് മുൻപ് വരെ ഇന്ത്യ നൽകിയ വാക്സിനുകളായിരുന്നു പാകിസ്ഥാനിലെ കുഞ്ഞുങ്ങളുടെ ഏക രക്ഷ. എന്നാൽ ഇന്ന് ആ രക്ഷാകവചം ഇന്ത്യ പിൻവലിച്ചിരിക്കുന്നു. ഭീകരവാദത്തെ പോറ്റി വളർത്തിയവർക്ക് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകാൻ ശേഷിയില്ല. ഇന്ത്യയിൽ നിന്നും കിട്ടിയിരുന്ന സൗജന്യങ്ങളെല്ലാം പഹൽഗാമിലെ ചോരയിൽ കുതിർന്നു പോയിരിക്കുന്നു. അവർ പോളിയോ തുള്ളിമരുന്നിനായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുകയാണ്. പക്ഷേ ഇന്ത്യൻ മരുന്നുകളുടെ ഗുണനിലവാരമോ വിലക്കുറവോ മറ്റാർക്കും നൽകാൻ കഴിയില്ല. പാകിസ്ഥാൻ ഫാർമസ്യൂട്ടിക്കൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സമ്മതിക്കുന്നത് പ്രകാരം അവരുടെ മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായ 95% അസംസ്കൃത വസ്തുക്കളും ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ് എത്തിക്കൊണ്ടിരുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള വിതരണം നിലച്ചതോടെ ക്യാൻസർ, പ്രമേഹം, TB എന്നിവയ്ക്കുള്ള ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പാകിസ്ഥാനിൽ കടുത്ത ക്ഷാമം നേരിടുന്നു. ആരോഗ്യമേഖല മാത്രമല്ല, പാകിസ്ഥാന്റെ വാണിജ്യ അടിത്തറയും ഇന്ത്യ തകർത്തു. ഇറാനിലെ ചബഹാർ തുറമുഖത്ത് ഇന്ത്യ സ്വാധീനമുറപ്പിച്ചതോടെ പാകിസ്ഥാനിലെ ഗ്വാഡർ തുറമുഖം ഒരു പ്രേത നഗരമായി മാറുകയാണ്. പാകിസ്ഥാൻ വഴി പോകേണ്ട ചരക്കുകളെല്ലാം ഇന്ന് സുരക്ഷിതമായി ഇറാൻ വഴി അഫ്ഗാനിലേക്ക് എത്തുന്നു. ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിച്ചപ്പോൾ നമ്മൾ അഫ്ഗാനുമായി ചേർന്ന് പുതിയ എയർ കോറിഡോർ തന്നെ ആരംഭിച്ചു. ഇതോടെ പാകിസ്ഥാൻ ലഭിക്കേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസിറ്റ് ഫീസാണ് എന്നേക്കുമായി നിലച്ചത്. ശത്രുരാജ്യത്തെ വരിഞ്ഞു മുറുക്കാൻ വെടിയുണ്ടയല്ല, കൃത്യമായ നയതന്ത്ര നീക്കങ്ങളാണ് ഇന്ത്യ നടത്തുന്നത്. കൂടാതെ അവരുടെ ജീവനാഡിയായ ജലത്തിലും ഇന്ത്യ പിടിമുറുക്കി. സിന്ധു നദീജല കരാർ ഇന്ത്യയുടെ കാരുണ്യത്തിലാണെന്ന് പാകിസ്ഥാൻ ഓർത്തില്ല. പഹൽഗാമിലെ ചോരയ്ക്ക് പകരമായി ഇന്ത്യ സിന്ധു നദിയിലെ ജലം തടഞ്ഞതോടെ പാകിസ്ഥാന്റെ 80% കൃഷിയിടങ്ങളും ഇന്ന് വെറും മണൽക്കാടുകളായി മാറുകയാണ്. കൂടാതെ 2026 ജനുവരിയിൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പിട്ട ചരിത്രപരമായ വ്യാപാര കരാർ പാകിസ്ഥാന് മറ്റൊരു തിരിച്ചടിയായി. ഇതുവരെ പാകിസ്ഥാൻ ലഭിച്ചിരുന്ന വ്യാപാര ആനുകൂല്യങ്ങൾ ഈ കരാറിലൂടെ ഇന്ത്യയും സ്വന്തമാക്കി. ഇതോടെ പാകിസ്ഥാന്റെ തുണിത്തരങ്ങൾ ഉൾപ്പെടെയുള്ള കയറ്റുമതി മേഖല തകരുകയും ഇന്ത്യ യൂറോപ്യൻ വിപണി കീഴടക്കുകയും ചെയ്തിരിക്കുകയാണ്. പാകിസ്ഥാന്റെ അന്നപാത്രം എന്നറിയപ്പെട്ടിരുന്ന പഞ്ചാബ്, സിന്ധ് പ്രവിശ്യകളിൽ ഗോതമ്പ്, അരി, പരുത്തി എന്നിവയുടെ ഉൽപാദനം പാടെ നിലച്ചു. ഇന്ത്യയുടെ ഭാഗത്തുള്ള കിഷൻഗംഗ, റാറ്റ്ല അണക്കെട്ടുകൾ ഇന്ത്യ അടച്ചതോടെ പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് പൂർണ്ണമായും നിയന്ത്രിക്കപ്പെട്ടു. രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം വെറും വാക്കല്ലെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ വേദനയോടെ തിരിച്ചറിയുന്നു. ഭീകരവാദം നിർത്താതെ പാകിസ്ഥാന്റെ വയറു നിറയ്ക്കാനുള്ള ബാധ്യത ഇന്ത്യക്കില്ലെന്ന് നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. ആയുധങ്ങൾക്ക് വിശ്രമം നൽകി ബുദ്ധിപൂർവമായ നീക്കങ്ങളിലൂടെ ഒരു ശത്രുരാജ്യത്തെ എങ്ങനെ മുട്ടുകുത്തിക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ. ഇന്ത്യക്ക് നേരെ ഭീകരവാദ സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് അവർ നടത്തിയ നീക്കങ്ങൾ ഒടുവിൽ ആ രാജ്യത്തിന്റെ സകല മേഖലകളെയും താറുമാറാക്കുകയാണ്. ഇന്ത്യയുടെ ഈ നയതന്ത്ര കരുത്തിന് മുന്നിൽ പാകിസ്ഥാന് ഇനി അടിയറവ് പറയുകയല്ലാതെ മറ്റു വഴികളില്ല.